പിക്സാറിൻ്റെ ഏറ്റവും പുതിയ 3D മൂവിയായ എലിയോ കാണാനായിട്ട് റിയലി 3D സ്ക്രീൻ 6 PVR ലുലു മോൾ വന്നിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ 3 ആളുകളാണ്. പേര് പറഞ്ഞ് ഞാൻ കൊളവാക്കുന്നില്ല. ഫ്രം ദ ലെജൻഡറി സ്റ്റുഡിയോ പിക്സാർ വിച്ച് ഇസ് ഓൺഡ് ബൈ ഡിസ്നി. എൻ്റെ പൊന്ന് എത്ര നാളായി എന്നറിയാം ഇതുപോലൊരു പടം കണ്ടിട്ട്. കഴിഞ്ഞ കൊല്ലം ഇൻസൈഡ് ഔട്ട് 2 കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സിനിമ നിങ്ങൾ ഏത് പ്രായക്കാരായാലും ചെറിയ പിള്ളേരുള്ളവരായാലും നീസ് നെവ്യൂ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ അവരോടൊത്തുകൂടി പോയി കാണേണ്ട പടമെന്ന് ഞാൻ പറയും. 3D ഓഫ് ദിസ് മൂവി വാസ് ടോപ്പ് നോച്ച്. എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റിയില്ല ഇത് 2K 3D ആണെന്ന് തന്നെ. ഇത് ഞാൻ കണ്ട തിയേറ്ററിന് കൊള്ളാൻ വന്ന DCPയുടെ ഹൈ ബിറ്റ് റേറ്റ് വല്ല DCP ആണോ എന്താണെന്ന് മനസ്സിലാവുള്ള. എൻ്റെ പൊന്നോ 2K 3D DCP ആണ് വന്നിരിക്കുന്നത്. 7.1 IAB. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഈ സിനിമയുടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അതും ലുലു PVR സ്ക്രീൻ 6 പുതിയ ബാർക്കോ പ്രൊജക്ടർ ഇസ് ഡൂയിങ് വണ്ടേഴ്സ്. ബാലറീന കണ്ടപ്പോഴും ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടപ്പോഴും നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. അതിനെ കടത്തി വെട്ടിച്ച് ഇത്തവണ ഈ സിനിമ. എടി വീട്ടിൽ ഞാൻ ഈ യൂസ് ചെയ്യുന്നത് ഈ ഹൈസൻസിൻ്റെ QLED TV ആണ്. LED TVയിൽ സിനിമ കണ്ട പോലെ ഇരുന്ന് വെച്ച് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ ഈ സിനിമ ഞാൻ സ്ക്രീൻ 6 കണ്ടിട്ട് അതും 3D വാട്ട് എ അമേസിങ് എക്സ്പീരിയൻസ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയുന്ന പോലും കരുതിയല്ല PVR ലുലു സ്ക്രീൻ 6 പറ്റി. പക്ഷേ എൻ്റെ പൊന്നെ എന്താ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു അറിയാമോ. ഇതിൻ്റെ വന്നിരിക്കുന്ന DCP യൂഷ്വലി പിള്ളേരെ പടം വരുമ്പോഴേക്കും സൗണ്ട് കുറവായിരിക്കും. അതല്ല കേസ്. ഈ പടത്തിന് നല്ല അത്യാവശ്യം ഡീസൻറ്റ് സൗണ്ട് ഉണ്ടായിരുന്നു. എന്ത് രസം. ഈ സിനിമ ഇസ് പ്യുവർ IMAX മെറ്റീരിയൽ. ഇത് IMAX 3D കണ്ട എനിക്ക് തോന്നുന്നു സൂപ്പറായിരുന്നേനെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല ഈ സിനിമ അവർക്ക് ഫ്ലാറ്റ് ആക്കാമായിരുന്നു. കാരണം എന്താ വിഷ്വൽസ്. ഇതൊക്കെ കൂടാതെ അടിപൊളി സ്റ്റോറി, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സിനിമ. ഇതിലെ ക്യാരക്ടേഴ്സ് ഓരോ ക്യാരക്ടേഴ്സും മിക്കവാറും സ്റ്റഫ് ഡോള് അല്ലെങ്കിൽ ഈ എന്താ പറയുക മെർച്ചൻഡൈസായി മാറാൻ ചാൻസ് ഉണ്ട്. കാരണം അതുപോലത്തെ അടിപൊളി ക്യാരക്ടേഴ്സാണ്. അതിൽ മെയിൻ 2 ക്യാരക്ടേഴ്സ് ഈലിയോവും പിന്നെ ഒരു ക്യാരക്ടറും കൂടി ഉണ്ട്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ ഈ സിനിമ മസ്റ്റായിട്ട് കാണണം. മസ്റ്റായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നതാണ്. കാരണം ദിസ് വുഡ് ബി വർത്ത് യുവർ മണി ഇൻ മൈ ഒപ്പീനിയൻ. എനിക്ക് ഈ സിനിമ കണ്ട ഓരോ രൂപയും എനിക്ക് അവിടെ ചെന്ന് കണ്ണട വെച്ച് 3Dയിൽ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കതങ്ങോട്ട് മുതലായി എന്ന് പറഞ്ഞാൽ മതി. അത്രയും പേട്ടാപ്പാടം. എനിക്കിതൊന്നും കൂടി കാണണമെന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി PXL ഈ സിനിമ ഇട്ടിട്ടില്ല. ഇത് PXL കാണുമ്പോൾ മുകളിലും ബ്ലാക്ക് ബാർ ഉണ്ടാവും. കാരണം ഇതൊരു സ്കോപ്പ് റേഷ്യോ പടമാണ്. പക്ഷേ മാൻ ദ കളേഴ്സ് വിൽ ബി അൺബീറ്റബിൾ. മൈൻക്രാഫ്റ്റ് എന്നുള്ള സിനിമ ഞാൻ PXLലും കണ്ടിരുന്നു, IMAXലും കണ്ടിരുന്നു. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് മൈൻക്രാഫ്റ്റ് PXL കണ്ടപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നു. കാരണം ഇറ്റ്സ് ഓബ്വിയസ്. കാരണം നമ്മുടെ IMAXലിരിക്കുന്ന പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ SP 4K 40 ആണ് ബാർക്കോഡ. അപ്പോൾ 40,000 ലൂമൻസ്. അതേസമയം PXLിരിക്കുന്ന പ്രൊജക്ടറിന് ഒരു 5000 ലൂമൻസ് കൂടുതലുണ്ട്. 445 ആണ് അവിടുത്തെ പ്രൊജക്ടർ. അപ്പോൾ 4K 4th Gen 45,000 ലൂമൻസിൻ്റെ പ്രൊജക്ടറാണ് ക്രിസ്റ്റീഡ. അതിന് കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് 5000 ലൂമൻസ് ബ്രൈറ്റ്നെസ് കൂടുതലുണ്ട്. ആ ഒരു എന്താ പറയുക ഞാൻ പറയാം അത് കാണാനുണ്ട്. ലൈക്ക് അത് ഭയങ്കര രസമായിരുന്നു മൈൻക്രാഫ്റ്റ് എന്നുള്ള സിനിമയുടെ കേസിൽ വന്നപ്പോഴേക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ഷുഡ് ഹാവ് ബീൻ ഫ്ലാറ്റ് കണ്ടൻറ്റ്. അതും ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എൻ്റെ റിവ്യൂ ഒന്നും കാണണ്ട. ഈ പടം നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ഒത്തു പോവുക. ഇത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആക്കും. അങ്ങനത്തെ ഒരു പോസിറ്റീവ് പടമാണ്. എന്ത് രസമായിട്ട് എടുത്തു വെച്ചേക്കണ വിഷ്വൽസൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. പിന്നെ ഇതൊരു അണ്ടർലൈനിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിക്സാറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് അൺബീറ്റബിൾ ആയിരിക്കും എന്നുള്ള അടിപൊളി സാധനമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഈവൻ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ടെക്സ്ചേഴ്സ് ഓരോരുത്തർക്കും ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ഡിഫൈനിങ് ആയിട്ട് ടെക്സ്ചേഴ്സ് ഉണ്ട്. അതും ഈ ഒരു DCP ഭയങ്കര ഷാർപ്പായിരുന്നു. അപ്പോൾ ഓരോ ടെക്സ്ചേഴ്സ് നമുക്ക് എടുത്തറിയാൻ പറ്റും സിനിമ കാണുമ്പോൾ. അതേപോലെ എനിക്ക് രോമാഞ്ചം വരെയാണ് പറഞ്ഞിട്ട്. അതുകൂടാതെ
ഓരോ കളേഴ്സും ക്യാരക്ടേഴ്സിനുള്ള കളേഴ്സ് അതിൻ്റെ ചുറ്റുമുള്ള ഇവിടെ എന്ത് കളർഫുള്ളായിരുന്നു. സോണിക് 3 ശേഷം ഇത്രയും കളർഫുള്ളായിട്ടുള്ളൊരു പടം ഞാനിപ്പോൾ ഇതാണ് കണ്ടിരിക്കുന്നത്. വെറുതെ കിടിലം പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ആം വില്ലിങ് ടു വാച്ച് ദിസ് അഗെയിൻ. എനിക്ക് PXL ഒരു ഷോ ഇട്ട് തന്നാൽ ഞാൻ എന്തായാലും പോയി കാണും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ദയവ് ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ട് PXL ഈ സിനിമയുടെ ഒരു ഷോ ലിസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയാണ്. ഇറ്റ് വുഡ് ലുക്ക് അമേസിങ് ഇൻ PXL. ഒരു രക്ഷ ഉണ്ടാവില്ല. ബ്ലാക്ക് ബാരൊക്കെ വിടടെ, എന്നാലും ഞാൻ പറയുകയാണ് ഈ സിനിമയുടെ കളേഴ്സ് അത്ര ഉഗ്രനായിരുന്നു. സോണിക് 3 PXL നിങ്ങൾ ഇട്ടില്ല, മണ്ടത്തരം. കാരണം ആ സിനിമ ഒരു കളറായിരുന്നു, കിഡിലും DCP ആയിരുന്നു ആ സിനിമയുടെ. അതൊന്നും നിങ്ങൾക്ക് PXL ഇടാമായിരുന്നു എന്ന് വിചാരിച്ചു പോയി. അതുപോലെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പല സ്ഥലത്തു നിന്നുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും, നിങ്ങൾ താമസിക്കുന്ന അടുത്ത് എവിടെയെങ്കിലും LED സ്ക്രീനുള്ള തിയേറ്റർ ഉണ്ടെന്ന് വിചാരിച്ചോ. എപ്പിക് ലക്സോൺ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഓണിക്സ് എന്ന് പറഞ്ഞ LED സ്ക്രീനുള്ള, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എബ്രോഡൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും LED സ്ക്രീനിൽ ഈ സിനിമ ഉണ്ടെങ്കിൽ പോയി കണ്ടോ, ഒരു രക്ഷ ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് എനിക്ക് പറയാനുള്ളത്, എവിടെയെങ്കിലും 4K കേപ്പബിൾ ആയിട്ടുള്ള ലേസർ പ്രൊജക്ഷൻ ഉള്ള ഒരു തിയേറ്റർ വിത്ത് അറ്റ്മോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. അറ്റ്മോസോ അല്ലെങ്കിൽ DTS X ആയാലും കുഴപ്പമില്ല, IAB ആയതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിലും കോമ്പാക്റ്റബിൾ ആണ്. അപ്പോൾ ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ പിള്ളേരൊക്കെ കൊണ്ടുപോയാലുണ്ടല്ലോ ശരിക്കും എൻജോയ് ചെയ്യും. ഞാനിന്ന് കാണാൻ പോയ ഷോയിൽ എനിക്ക് തോന്നുന്നു ഒരു 30 പേരുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഷോ കാണാനായിട്ട് സ്ക്രീൻ 6. അതിൽ കൂടുതലും പിള്ളേരും ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത്. എൻ്റെ സൈഡിൽ ഇരുന്ന് വെച്ചവർ എന്നേക്കാൾ പ്രായത്തിൽ മുതിർന്നവരായിരുന്നു കൊണ്ട് അവരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്താണ് ഈ സിനിമ കണ്ടത്. ഞാനിവിടെ ചിരിക്കുമ്പോൾ ആ കൂടെ ചിരിക്കുന്നു, സൈഡിലുള്ളവർ ചിരിക്കുമ്പോൾ ഞാനും ചിരിക്കുന്നു. എന്തൊരു പോസിറ്റിവിറ്റി ആയിരുന്നു അറിയാം. ഈ സിനിമ ഭയങ്കര ഫണ്ണായിരുന്നു, പ്യുവർ ഫൺ, എ ജോയ്ഫുൾ ബ്യൂട്ടിഫുൾ മൂവി. അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഡിസ്നി ആഫ്റ്റർ എ ലോങ് ടൈം ഈ കൊല്ലം കുറച്ച് നല്ല സിനിമകൾ തന്നിരിക്കുകയാണ്. തണ്ടർബോൾട്ട് മാർവലിൽ നിന്നും നല്ലൊരു സാധനം കിട്ടി. ഇക്കൊല്ലം പിക്സാറിൽ നിന്ന് ഇതേ ഇലിയോ വന്നിരിക്കുകയാണ്. മാൻ, ഐ ആം സോ ഹാപ്പി. നിങ്ങൾ ഈ സിനിമ മസ്റ്റായിട്ട് കാണണമെന്ന് ഞാൻ പറയണം. മസ്റ്റായിട്ട് ഹൈലി റെക്കമെൻഡ് ദിസ് മൂവി ഇൻ എ ലേസർ അറ്റ്മോസ് തിയേറ്റർ അല്ലെങ്കിൽ LED എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമാവൂടെ. ഇൻസൈഡ് ഔട്ട് 2 എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു കഴിഞ്ഞ കൊല്ലം. വൈൽഡ് റോബോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിനുശേഷം സോണിക് 3 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, ഭയങ്കര കളർഫുള്ളായിരുന്നു. ഇപ്പോൾ ഇലിയോ. ഇവരുടെ പോസ്റ്റർ തന്നെ നിങ്ങൾ നോക്കണം, എന്ത് കളർഫുള്ളാന്ന് നോക്കി നിങ്ങൾ. ഈ പോസ്റ്റർ തന്നെ മാരക കളർഫുള്ളാണ്. ഈ സിനിമ ഇതിന് ഇരട്ടി കളർഫുള്ളാണ്, അതാ രസം. ഞാൻ അതുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇത് വെച്ചെന്ന് വെച്ചാൽ ഈ സിനിമ ഇസ് ലൈക്ക് ബ്ലൂമിങ് വിത്ത് കളേഴ്സ്. ജെംസ് M&M ഒക്കെ കൊണ്ട് വെച്ചിട്ടൊരു ഒരു തരം സിനിമ ഉണ്ടാക്കി അങ്ങനെ അതുപോലെ രീതിയിൽ കളേഴ്സും ടെക്സ്റ്റേഴ്സും എല്ലാം കൊണ്ട് കിടിലം പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ thoroughly enjoyed the മൂവി. നല്ല ബ്രൈറ്റ്നെസ്സും ഉണ്ട്, മറ്റേ ഇരുട്ടിലുള്ള 3D പരിപാടിയല്ല, നല്ല വെട്ടമുണ്ട്, നല്ല ബ്രൈറ്റാണ്. അഥവാ നിങ്ങൾ കാണാൻ പോണ തിയേറ്ററിൽ എന്തെങ്കിലും വെട്ടക്കുറവ് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ അവിടെ വേണം ബ്രൈറ്റ്നസ് കൂട്ടിയിടാം. കാരണം അവർ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ലാഭിക്കാൻ വേണ്ടി ബ്രൈറ്റ്നസ് കുറച്ചിട്ടേക്കണായിരിക്കും എന്നുള്ളതിൽ ഓരോ ഔട്ടും വേണ്ട. കാരണം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ബ്രൈറ്റ് ആയിരുന്നു. ഇത് PXL ഇതിനും ഇരട്ടിക്ക് ബ്രൈറ്റ് ആയിരിക്കും. PXL എൻ്റെ പൊന്ന് ഫോറമോൾ കൊച്ചി PVR ഒരു ഷോ ലിസ്റ്റ് ചെയ്യടേ. ഞായറാഴ്ച ഒരു ഷോ ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു ഷോ ലിസ്റ്റ് ചെയ്യും. നിങ്ങൾ വൈകുന്നേരം പിള്ളേരൊക്കെ കാണിക്കാൻ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. രാത്രി എന്നാൽ ഒരുപാട് രാത്രി കൊണ്ടേ ഇടരുത്. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ഷോ എങ്കിലും ലിസ്റ്റ് ചെയ്യടേ. നിങ്ങളുടെ തിയേറ്ററിൽ ബെസ്റ്റ് പടമാണ് ഇത് കാണിക്കാൻ. ഫുൾ സ്ക്രീൻ അല്ല, എന്നാലും ഞാൻ പറയണേ, ഞാൻ അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് എന്ത് രസമായിട്ടുണ്ടാവും. ബ്ലാക്ക് ബാർ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയണേ PXL കൊണ്ടുപോയി ഇട്, ഭയങ്കര രസമായിരിക്കുന്നു പറയാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവൂലേ. എന്തായാലും PVR ലുലു, താങ്ക് യു സോ മച്ച് ടു ദ മാനേജ്മെൻറ്റ് ഫോർ ലിസ്റ്റിംഗ് ദിസ് മൂവി ഇൻ യുവർ സ്ക്രീൻ 6 വിത്ത് ബാർക്കോ ലേസർ പ്രൊജക്ഷൻ. പൊളി, കിഡിലൻ എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്. നല്ലത് ലഭിച്ചാൽ നല്ലത് പറഞ്ഞിരിക്കും, അതിപ്പോൾ ആരായാലും ശരി. നാളെ സിനിപോളിസ് അല്ലെങ്കിൽ പാൻ സിനിമാസ് അല്ലെങ്കിൽ കവിത ഇവരെല്ലാവരും ലേസറാക്കി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയാൽ ഞാൻ അത് തീർച്ചയായിട്ടും ഞാൻ ആ എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും. എനിക്കിപ്പോൾ ഭയങ്കര ഒരു
ഒരു പ്രൈഡ് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അത്രത്തോളം ഈ ഒരു PVR ലുലു മോളിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്രിട്ടിസിസത്തിൻ്റെ ഔട്ട്കമാണ് എനിക്കിപ്പോൾ ഇന്ന് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്രതികരിക്കാതെ ഒന്നും നമുക്ക് കിട്ടില്ല. പ്രതികരിച്ചതിൻ്റെയാണ് എനിക്ക് ഇന്നിപ്പോൾ അതേ തിയേറ്ററെ പറ്റി എനിക്ക് നല്ലത് പറയാൻ ഇപ്പോൾ പറ്റിയത്, നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ടു ദ മാനേജ്മെൻറ്റ്. ദയവ് ചെയ്ത് എനിക്ക് ഒരു റിക്വസ്റ്റും കൂടി ഉള്ളത്, ഈ സിനിമ 4DX നിങ്ങൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, ആ ഒരു തിയേറ്ററും കൂടെ ഒന്ന് ലേസർ ആക്കടേ. എനിക്ക് ഈ സിനിമ നിങ്ങൾ ലേസർ പ്രൊജക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും 4DX കണ്ടാനത്. ഇതെന്തായാലും ഞാൻ 4DX കണ്ടാനെ. എൻ്റെ ഒറ്റൊരു പിന്തിരിപ്പിക്കുന്ന ഫാക്ടർ അവിടുത്തെ 2K Xenon ജാംബോവാൻ പ്രൊജക്ടറാണെന്നുള്ള ഒറ്റ കാരണം, ഡോൾബി 7.1 ആണെന്നുള്ള പഴയ സ്പീക്കറാണെന്നുള്ള കാരണമാണ്. ദയവ് ഇതൊന്ന് അത് അപ്ഗ്രേഡ് ചെയ്ത് അതൊന്ന് ലേസർ പ്രൊജക്ഷൻ ആക്ക്. അറ്റ്മോസ് ആക്കാൻ പറ്റിയ അത്രയും കിടൂ. ദയവ് ഇത് പ്ലീസ് ഒന്ന് ആ 4DX കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് തരൂ. ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളാണ്. ഞാൻ റെഡിയാണ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി. എനിക്കെന്താ കുഴപ്പം? എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തല്ല. എനിക്ക് ഇവിടുന്ന് 10 കിലോമീറ്റർ ഫോറം മോളിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ദയവ് ഇത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതാ. എന്തായാലും ദിസ് എക്സ്പീരിയൻസ് വാസ് ടോപ്പ് നോച്ച്. ഹൈലി റെക്കമെൻഡ് ദിസ് മൂവി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ പോയി കണ്ടോ. ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ് ഈ പടം. ബൈ മീ ഹൈലി റെക്കമെൻഡഡ്. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കിഡിലൻ മിസ് ചെയ്യരുത്. ഇത് OTT വരുന്നത് കാത്തിരിക്കരുത് എൻ്റെ പൊന്നു മക്കളെ. ഇത് 3D കാണാനുള്ളതാണ്. റിയൽ 3D അൾട്ടിമേറ്റ് 3D മോഡുലേറ്റർ യൂസ് ചെയ്യുന്ന തിയേറ്ററാണ് ഈ പറഞ്ഞ ഫോറം മോള് PX ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ക്രീൻ 6 PVR ലുലു മോള്. അവിടെ നിങ്ങൾ ചെന്ന് കാണുമ്പോഴുള്ള ഡിഫറൻസ്, ദാറ്റ് ഇസ് സോ ഗുഡ്. ഇവരുടെ ഒഫീഷ്യൽ പോസ്റ്റേഴ്സിൽ ഡോൾബി സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ടായിരുന്നു, 4DXൻ്റെ ഉണ്ടായിരുന്നു, സ്ക്രീൻ എക്സിൻ്റെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റിയൽ 3D ഉണ്ടായിരുന്നു. ആ പോസ്റ്റർ തന്നെയാണ് ഞാൻ തമ്മിലായിട്ട് ഇട്ടിരിക്കുന്നത്. ഒന്ന് പോയി കണ്ടുനോക്ക്. ദിസ് വാസ് സ്പെഷ്യലി മെയ്ഡ് ഫോർ ഇന്ന കാര്യങ്ങൾ. ദയവ് ഇത് ഈ സിനിമ ഒന്ന് കാണാൻ ശ്രമിക്കുക. മീൻവൈൽ മാനേജ്മെൻറ്റ് പ്ലീസ് ഒന്ന് ആ 4DX കൊച്ചിയിൽ ആകെ ഒരെണ്ണമുള്ളൂ, അതൊന്ന് ലേസറാക്കി തരിക പ്ലീസ്. ഇത്ര എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ ഒരു ആൾക്കാരുടെ എണ്ണം നിങ്ങൾ കൂടുതൽ നിങ്ങൾ കണ്ടോ, അത്ര ആൾക്കാർ വില്ലിങ് ആയിരിക്കും വന്ന് സപ്പോർട്ട് ചെയ്യാനും കാണാനും ഒക്കെ ആയിട്ട്. ദയവ് ഇത് പ്ലീസ് ഒന്ന് ചെയ്തു തരും. അത്ര എനിക്ക് പറയാനുള്ളത്. എന്തായാലും താങ്ക് യു ഫോർ ദിസ് സ്ക്രീൻ 6 അപ്ഗ്രേഡ്. ഇതുവരെ ഞാൻ കണ്ട ഇപ്പോൾ ഈ അടുത്ത് കണ്ട 3 പടങ്ങളും വീണ്ടും ഐ റിപ്പീറ്റ്, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്, ബാലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്കും ഇല്ലയോ, കിഡിലിന് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കവിടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരി, നിങ്ങൾ ഈ സിനിമ ഓൾറെഡി കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് പോവുക. വെറുതെ കിഡിലിന് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബൈ ദ വേ ഈ സിനിമ ഞാൻ എടുത്തത് എനിക്കൊന്ന് 190 രൂപ താഴെ, 180 രൂപ എന്തോ എനിക്ക് ആയുള്ളൂ. അതിന് വെറുതെ കിട്ടില്ല, വെറുതെ ഹോളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, അത് ഞാൻ ഇങ്ങനെ പറയണത്. ശരി, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.